അറ്റത്തെ കിളിക്കൂട്ടിൽ സുധീഷിനോട് മാപ്പ് ചോദിക്കുന്ന നിധിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നിധിയാണെങ്കിൽ സുധീഷിനോട് പറയുന്നുണ്ട്, സുധീഷേ, എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടാനായിട്ട് പാടില്ലായിരുന്നു. തന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിധി ഇപ്പോൾ താൻ എന്നോട് മാപ്പ് പറയുന്നത്? എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ സുധീഷിനെ ഒരുപാട് വേദനിപ്പിച്ചു. സത്യം പറഞ്ഞാൽ സുധീഷ് എൻ്റെ നല്ലതിന് വേണ്ടിയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ സുധീഷിനെ ചതിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചു. എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നത് കാണാം. അത് വേറൊന്നുകൊണ്ടുമല്ല, നമ്മുടെ സുധീഷാണെങ്കിൽ നമ്മുടെ നിധിയുടെ അഭിമാനത്തെ സംരക്ഷിച്ച് മുറുകെ പിടിക്കുന്നുണ്ട്. ആ ചതിയന്മാർ പറയുന്നതിലൊന്നും നമ്മുടെ നിധി പൊട്ടിക്കരയുമ്പോൾ അവർക്കിട്ട് നല്ലത് കൊടുത്തിട്ട് അവരെ കൊണ്ട് തിരുത്തി പറയിക്കുന്ന ഒരു സുധീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷിൻ്റെ ഈ പ്രവൃത്തി നിധിയിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നിധി തൻ്റെ ഭാര്യയാണെന്ന് എല്ലാവർക്കും മുൻപിൽ ഉറച്ചങ്ങോട്ട് പറയാണ് സുധീഷ്. നിധിക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും കാണാൻ കഴിയും. തുടർന്ന് നമ്മുടെ നിധി വീട്ടിൽ വരുമ്പോൾ സുധീഷിനോട് നന്ദി പറയുന്നുണ്ട്. താൻ സുധീഷിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അതിനെല്ലാത്തിനും ക്ഷമിക്കണം സുധീഷ്. എനിക്ക് സുധീഷിനോട് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച്.